ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന മൈസൂർ പാക്ക് അതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ മൈസൂർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വെറും 10-15 മിനിറ്റ് സമയം മാത്രം മതി. ആദ്യം നമുക്ക് മൈസൂർ പാക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കി വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു ഗ്ലാസ് പാത്രമാണ് എടുത്തത്. ഇതുപോലുള്ള ഗ്ലാസ് പാത്രം തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം ആയാലും മതി. അതിൽ നന്നായിട്ടൊന്ന് നെയ്യ് തടവി കൊടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. കടലമാവ് എടുക്കുമ്പോൾ നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കണം. കടലമാവിൽ കട്ടകളുണ്ടാകും, അതൊന്ന് മാറാനായിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം, തീ കൂട്ടി വയ്ക്കരുത്. കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 4-5 മിനിറ്റ് മാത്രം ഇളക്കി കൊടുത്താൽ മതി. അത്രയും സമയം കൊണ്ട് ഇതൊന്ന് മൂത്ത് വരും. കളറൊന്നും മാറണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. 4-5 മിനിറ്റ് ആകുമ്പോൾ ഈ കടലമാവിൻ്റെ നല്ല ഒരു സ്മെല്ലുണ്ടാകും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം മാവ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ തന്നെ വെച്ചേക്കുവാണെങ്കിൽ മാവ് കരിഞ്ഞു പോകും. അതേ പാൻ തന്നെ ഞാൻ ഗ്യാസിൽ വീണ്ടും വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 കപ്പ് കടലമാവ് എടുക്കുമ്പോൾ 1 കപ്പ് പഞ്ചസാര തന്നെ വേണം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഗ്യാസ് ഓണാക്കിയ ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ട് ചെറുതായിട്ടൊരു നൂൽ പരുവമാകണം. ഒരുപാടങ്ങ് നൂൽ പരുവമാകണ്ട, ചെറുതായിട്ട് കയ്യിലൊട്ടുന്ന ആ പരുവമായാലും മതി. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച ശേഷം 2-3 മിനിറ്റ് സമയം മാത്രം മതി ഇത് റെഡിയായി കിട്ടാൻ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കയ്യിലൊന്ന് ഒട്ടുന്ന പരുവം, ചെറുതായിട്ടൊന്ന് ഒട്ടി വന്നാൽ മതി. നൂൽ പരുവമൊന്നും ആകണ്ട, ഇതുപോലൊന്ന് ആയി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കടലമാവ് ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം, കൂട്ടി വയ്ക്കരുത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് നെയ്യ് ഞാൻ ചൂടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു പകുതിയോളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം പകുതി ഒഴിച്ചാൽ മതി, മുഴുവൻ ഒഴിക്കണ്ട. പകുതി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. നെയ്യ് എത്രത്തോളം ചേർക്കുന്നുവോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാകും ഈ മൈസൂർ പാക്കിന്. നെയ്യ് ഒഴിച്ച ശേഷം കട്ടയൊന്നും വരാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് ഇളക്കുവാണെങ്കിൽ പെട്ടെന്ന് കട്ടയെല്ലാം മാറിയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ബാക്കിയുള്ള നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഈ നെയ്യെല്ലാം മാവിൽ നന്നായിട്ട് പിടിച്ചോളും. ഇത്രയും നെയ്യ് ചേർത്താലേ മൈസൂർ പാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നെയ്യ് നന്നായിട്ട് ചേർക്കണം. എത്രത്തോളം നെയ്യ് ചേർക്കുന്നോ അത്രത്തോളം മൈസൂർ പാക്കിൻ്റെ ടേസ്റ്റും കൂടും. ഈ ഒരു കട്ടിയിൽ വേണം മാവ് റെഡിയാക്കി കിട്ടാനായിട്ട്. ഇതുപോലെ വേണം കിട്ടാൻ. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച പാത്രത്തിലേക്ക് ഒഴിക്കാം. മാവെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 1-2 മണിക്കൂർ ഇത് പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. നന്നായിട്ടൊന്ന് തണുത്ത ശേഷം കട്ട് ചെയ്ത് കഴിക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, വെളിയിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.